കേരളത്തിന് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ഒരു അമൃത് ഭാരത് ട്രെയിനും ഉടനടി അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ട്. അടുത്ത തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കേരളത്തിന് ആദ്യം നറുക്കു വീഴുന്നത്. 12 സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത്. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും ട്രെയിനുകൾ കിട്ടിയേക്കും. ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയ ശേഷമേ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിനൊപ്പം ഒരു അമൃത് ഭാരത് ട്രെയിനും പരിഗണനയിലുണ്ട്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയം പല മണ്ഡലങ്ങളിലും പാർട്ടിക്ക് ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് 2 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത്. കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ ലഭ്യമാക്കുമെന്ന് കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും വ്യക്തമാക്കിയിരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ കോച്ചുകളിൽ കൂട്ടിയിടികൾ തടയാൻ കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനമുണ്ട്. CCTV നിരീക്ഷണവും ജീവനക്കാരുമായി സംസാരിക്കാൻ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകളും എല്ലാ കോച്ചുകളിലും ലഭ്യമാണ്. മെച്ചപ്പെട്ട സസ്പെൻഷൻ, ശബ്ദം കുറയ്ക്കുന്ന സൗകര്യങ്ങൾ എന്നിവ യാത്രയ്ക്ക് സുഖം പകരും. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ പരീക്ഷണയോട്ടം പൂർത്തിയാക്കിയ ട്രെയിൻ രാത്രികളിൽ 120-130 കിലോമീറ്റർ വേഗതയിലാകും സർവീസ് നടത്തുക. പൂർണ്ണമായും ശീതീകരിച്ച 16 കോച്ചുകളാണ് ഇതിലുള്ളത്. ഒരു ഫസ്റ്റ് ക്ലാസ് AC, 11 തേർഡ് ക്ലാസ് AC, 4 സെക്കൻഡ് ക്ലാസ് AC കോച്ചുകൾ ഉൾപ്പെടെ എല്ലാ AC ക്ലാസുകളിലുമായി 823 യാത്രക്കാർക്ക് ട്രെയിനിൽ സഞ്ചരിക്കാം. സംസ്ഥാനത്ത് നിലവിൽ 3 വന്ദേ ഭാരതുകളാണ് സർവീസ് നടത്തുന്നത്. ഒന്ന് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലും മറ്റൊരു മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിലുമാണ്. മൂന്നാമത്തെ സർവീസ് കൊച്ചി ബംഗളൂരു റൂട്ടിലാണ്. ഇതിനു പുറമെയാണ് പുതിയ 2 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ കൂടി എത്തുന്നത്. ആദ്യം തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലായിരിക്കും സ്ലീപ്പർ ഓടുക എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിന് പുറത്തേക്കായിരിക്കും പുതിയ സർവീസ് എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കും തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്കുമായിരിക്കും ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. ഈ 2 റൂട്ടിലേക്കും സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ വേണമെന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള MPമാർ നിരന്തരം ഉയർത്തിയിരുന്നു. കൊച്ചി ബംഗളൂരു റൂട്ടിലെ തിരക്ക് പരിഗണിച്ച വീണ്ടും ഒരു വന്ദേ ഭാരത് അനുവദിക്കുകയോ അല്ലെങ്കിൽ കോച്ചുകൾ കൂട്ടുകയോ വേണമെന്ന് അടുത്തിടെ യാത്രക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പറുകൾക്ക് പുറമെ ഒരു അമൃത് ഭാരത് ട്രെയിൻ കൂടി കേരളത്തിന് ലഭിച്ചേക്കും. അതിഥി തൊഴിലാളികളെ പ്രധാനമായും ലക്ഷ്യമിടുന്ന ഈ സർവീസ് എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിലേക്ക് ആയിരിക്കും സർവീസ് നടത്തുക. ഫസ്റ്റ് ക്ലാസ് AC കോച്ചിന് ഒരാൾക്ക് 3600 രൂപയാണ് നിരക്ക്. സെക്കൻഡ് ക്ലാസ്സിന് 3000 രൂപയും തേർഡ് ക്ലാസ്സിന് 2300 രൂപയും നൽകണം. സംസ്ഥാനത്ത് ഈ വർഷം തന്നെ 5 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ എത്തിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 1337 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് ദീർഘകാല കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമിട്ടത്. സ്റ്റേഷനുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഈ പദ്ധതിയിൽ സമഗ്ര ആസൂത്രണം തയ്യാറാക്കുകയും അവ ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയും ചെയ്യുന്നു. ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര റെയിൽവേ വാർത്താവിതരണ പ്രക്ഷേപണ ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഓരോ സ്റ്റേഷനിലെയും ആവശ്യകതകൾ കണക്കിലെടുത്ത് എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ, വ്യാപാര യോഗങ്ങൾക്ക് നിശ്ചിത സ്ഥലങ്ങൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ സജ്ജീകരിക്കൽ, ആവശ്യകതയ്ക്കും ഘട്ടം ഘട്ടമായി പുരോഗതിക്കും സാധ്യതകൾക്കും അനുസൃതമായി സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പരിഹാരങ്ങൾ. ദീർഘകാലാടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷനെ ഒരു നഗര കേന്ദ്രമാക്കി മാറ്റാനും പദ്ധതി ലക്ഷ്യമിടുന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 1337 സ്റ്റേഷനുകളാണ് വികസനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിക്ക് കീഴിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതുവരെ 155 സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. മേഖലാ റെയിൽവേ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രധാന നഗരങ്ങളിലും വിനോദസഞ്ചാര തീർത്ഥാടന പ്രാധാന്യമേറിയ സ്ഥലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകൾ എന്നിവ പരിഗണിച്ചാണ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിലെ വികസന പ്രവർത്തനങ്ങൾ പ്രാഥമികമായി ബജറ്റ് പിന്തുണയോടെയാണ് ആവിഷ്കരിച്ചത്. എങ്കിലും പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിക്കാൻ 15 സ്റ്റേഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ വിപുലീകരണം വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.